അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടാബ് റിവ്യൂ ആണ്. അപ്പോൾ പലരും പല വീഡിയോസിന് താഴെ ചോദിച്ചതാണ് ഏത് ടാബാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അത് വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്, നല്ലതാണോ, അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാൾ പല വീഡിയോസിന് താഴെ വീണ്ടും ഇങ്ങനെ റിപ്ലൈ ഇല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാമെന്ന്. അപ്പോൾ ആ സമയം എക്സാം ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വെക്കേഷന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടാബ് റിവ്യൂ ആണ്. അപ്പോൾ 10th കഴിഞ്ഞ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഫോണോ ടാബോ ഇങ്ങനെ ലാപ്ടോപ്പോ അങ്ങനെ വാങ്ങണം എന്നൊക്കെ. അപ്പോൾ അവരുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പ്ലസ് 1 പ്ലസ് ആവശ്യം വരും തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ പറയാം. എന്താ വെച്ചാൽ പ്ലസ് 1 പ്ലസ് ആണല്ലോ ഇപ്പോൾ നീറ്റ് ജെഇ പിന്നെ എന്താ UPSC അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ കുറേ റിസോഴ്സസ് സ്റ്റോർ ചെയ്യാനും പിന്നെ അതിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങിനൊക്കെ പോകുമല്ലോ. പിന്നെ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും അവരുടെ ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വേണ്ടി സ്റ്റോർ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫോണുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ പാരൻസിൻ്റെ ഫോണോ അത് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ കുറച്ച് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ലാഗ് അടിക്കുന്ന ഒരു അങ്ങനത്തെ ആയിരിക്കും ഡിവൈസ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കുന്നതാവും ലാപ്ടോപ്പ് വാങ്ങാമെന്ന്. പക്ഷെ ഇപ്പോൾ അവരൊരു കൺഫ്യൂഷനിലായിരിക്കും. എന്താ വെച്ചാൽ ഈ ഇടയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിൻ്റെയൊക്കെ വ്ളോഗ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കണ്ടിട്ടുള്ളത് ടാബാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ടാബ് വാങ്ങിയത്. കുറച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാനും ടാബ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ടാബാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഇടയായിട്ട് ടാബ് പോകുന്നത്. ഒരു കാലം വരെ എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കമ്പ്യൂട്ടർ ആയിരിക്കും. പ്ലസ് 1 പ്ലസ് 2 സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ കമ്പ്യൂട്ടർ ആയിരിക്കും. ഇപ്പോൾ ഈ ഇടയായിട്ട് വരുന്നവരുടെ അടുത്തൊക്കെ ടാബാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിലൊരു ഡിഫറൻസ്, ഏതാണ് നല്ലത് അതിനൊക്കെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ റിസർച്ച് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്. അത് എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ടാബ് റിവ്യൂയും പിന്നെ ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുക, ഇപ്പോൾ നിലവിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഏതാണ് നല്ലതെന്ന് കൂടി ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടാബ് ലെനോവോ M10 FHD പ്ലസ് 3rd ജനറേഷൻ ആണ്. അതിൻ്റെ 2nd ജനറേഷൻ അങ്ങനത്തെ പലതും ഉണ്ട്. അപ്പോൾ ഞാൻ 3rd ജനറേഷനാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാൻ ക്ലോസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷിംഗ് പോലെയും ഇവിടെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പിടിച്ചപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. അപ്പോൾ ഈ ടാബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫീച്ചർ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് എന്നുള്ളത്. പിന്നെ 10.6 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീന്. ഡോൾബി അറ്റ്മോസ് ഒപ്റ്റിമൈസ് സ്പീക്കേഴ്സ് ആണ് എന്നുള്ളത്. പിന്നെ എന്താണ് ഇതിന് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പല ടാബിന് ഇപ്പോൾ ഇറങ്ങുന്നതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. പിന്നെ ഞാൻ ഈ ടാബ് വാങ്ങിയത് വൈഫൈ പ്ലസ് സിം നമുക്ക് ഇടാൻ പറ്റുന്ന LT സിം ഉള്ളതിനാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിന് റേറ്റ് കൂടും. എന്താ വെച്ചാൽ മിക്ക ടാബും ഒന്നിങ്ങ വൈഫൈ ഇല്ലെങ്കിൽ സിം അതിനനുസരിച്ച് റേറ്റ് കുറയും. പക്ഷേ ഈ 2 എണ്ണം കൂടിയും വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 എണ്ണം കൂടിയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ടാബും കമ്പ്യൂട്ടറും വാങ്ങുന്നതാണ് ശരിക്കും ബുദ്ധിമുട്ട്. ഫോൺ വാങ്ങുന്നത് എത്രയോ ഈസിയാണ്. പറഞ്ഞാൽ നമ്മൾ പലരും ബ്രാൻഡൊക്കെ ചെക്ക് ചെയ്ത് ഫീച്ചേഴ്സൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ഈ ടാബും ലാപ്ടോപ്പും വാങ്ങി വരിക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അതിൻ്റെ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആൾക്ക് ടാബ് ഉണ്ട്. അപ്പോൾ അത് സാംസങ്ങിൻ്റെ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര ബെറ്റർ, നല്ല ഡിസ്പ്ലേ ആണ്. റേറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരേ റേറ്റ് ആണ്. എന്നിട്ടും ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് കൂടുതൽ ബെറ്റർ. പിന്നെ എന്താണ് നല്ല ബാറ്ററി ലൈഫ് ഉണ്ട് ഇതിന്. പിന്നെ എന്താണ് ഇതിന് ചാർജർ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടാബിന് ചാർജർ കിട്ടുന്നുണ്ട് കൂടെ. എന്താ വെച്ചാൽ പല ടാബിന് ഇപ്പോൾ ചാർജേഴ്സ് കിട്ടുന്നില്ല. ഇപ്പോൾ ഫോണിന് തന്നെ ചാർജർ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായാലും ബോക്സിൽ ചാർജർ ഉണ്ടാവും. നല്ല ലെങ്തി ആയിട്ടുള്ള കോഡാണ് ഇതിനുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉയരം കൂടിയ സ്ഥലത്തൊക്കെ എനിക്ക് സുഖമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സാധാ കോഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ ലാപ്ടോപ്പും ഒക്കെ നോക്കുന്നതാണ്, ഈ ലാപ്ടോപ്പും ടാബൊക്കെ വാങ്ങുന്നതാണ് കുറച്ചുകൂടി നമുക്ക് പല ഫീച്ചേഴ്സ് നോക്കണം. അതിൻ്റെ ബ്രാൻഡ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വാങ്ങാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഒരു ഡിഫറൻസ് ഉണ്ട്, നോക്കിയിട്ടൊക്കെ വേണം വാങ്ങാൻ, നല്ല പല ഫീച്ചേഴ്സ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ ഇപ്പോൾ ഫോൺ ആണെങ്കിൽ സിമ്മും വൈഫൈയും കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടാബ് ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ടാബ്സ് ഒന്നിങ്കിൽ വൈഫൈ അല്ലെങ്കിൽ സിം ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുള്ളത് കിട്ടില്ല എന്നല്ല, കിട്ടും. പക്ഷേ അതിനനുസരിച്ച് നല്ല റേറ്റ് കൂടും. അപ്പോൾ ഞാൻ ആദ്യം സാംസങ് നോക്കിയതായിരുന്നു. ഈ 2 എണ്ണുള്ളത് കൂടി നോക്കിയപ്പോൾ നല്ല റേറ്റായി. അപ്പോൾ ഞാൻ എന്നിട്ട് ലെനോവോയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ലെനോവോയിൽ ഇത് ഇപ്പോൾ ഞാൻ വാങ്ങിയത് വൈഫൈയും LTEയും 2 എണ്ണം പറ്റുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വൈഫൈ മാത്രമുള്ളത് വാങ്ങുകയാണെങ്കിൽ റേറ്റ് കുറയും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. എൻ്റെ ടാബിന് എനിക്ക് റേറ്റ് വന്നത് 17,000 സംതിങ് ആണ്. ഞാനിത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇക്കൊല്ല ഞാൻ 10th തന്നെയാണ് വാങ്ങിയത്. 10th കഴിഞ്ഞിട്ടല്ല ഞാനത് വാങ്ങിയത്. 10th ആയ സമയം ഡിസംബറിന് മുമ്പ് എൻ്റെ ഫോൺ കേടുവന്നു. അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ ടാബ്. അപ്പോൾ ആ സമയം ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് കിട്ടി. ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അതിന്
18,999 വരുന്നത്. 18,999 ഓൾമോസ്റ്റ് 19,000 വരുന്നുണ്ട് ഈ ടാബിന്. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈമിനൊക്കെ ചെക്ക് ചെയ്ത് നോക്കി വാങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ റേറ്റ് 19,000 ആണ്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കുറവ് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വൈഫൈ മാത്രം അല്ലെങ്കിൽ സിം മാത്രം ഉള്ളത് വാങ്ങിയാൽ മതി. ഇതിപ്പോൾ 19,000 ആകാൻ കാരണം നമ്മൾ വൈഫൈ പ്ലസ് LTE ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് മാത്രമുള്ളത് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി വാങ്ങുക. പിന്നെ ഇതൊക്കെ വാങ്ങുമ്പോൾ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് നല്ലോണം നോക്കി ആലോചിച്ച് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഒത്തുവരുന്ന നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ നോക്കി വാങ്ങിയാൽ മതി. നല്ല ടൈമിനെ സ്പെൻഡ് ചെയ്യണം. പിന്നെ എന്താ നിങ്ങൾക്കറിയില്ല ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഐപാഡാണ്. അതിന് നല്ല റേറ്റ് ഉണ്ട്. അതിന് താഴെ വരുന്നത് സാംസങ് ആണ്. പിന്നെ അതിൻ്റെ താഴെ കുറച്ചുകൂടി റേറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ലെനോവോ ആണ് പിന്നെ നല്ലത് വരുന്നത്. പിന്നെ റെഡ്മി ആണ്. പിന്നെ ഞാൻ റെഡ്മിയിൽ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഫീച്ചേഴ്സും ഇതൊക്കെ നോക്കി വരുമ്പോഴും എനിക്ക് തോന്നിയത് അത് അത്ര പോരാന്നാണ്. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡാണ്. അപ്പോൾ അഥവാ നിങ്ങളുടെ ടാബിന് വല്ല പ്രോബ്ലം വന്നോ അങ്ങനെ സർവീസിനൊക്കെ ആവശ്യം ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഒരു നല്ല ബ്രാൻഡിൻ്റെ ടാബാണ് നിങ്ങൾ വാങ്ങിച്ചാൽ അതിന് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ആപ്പിൾ സർവീസ് ഉണ്ട്, സാംസങ്ങിന് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, ലെനോവോന് സർവീസ് സെൻറ്റർ ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ സർവീസ് സെൻറ്റർ ഉണ്ട്. അത് നോക്കിയിട്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ വല്ല പ്രോബ്ലം വന്നു വെച്ചാൽ എനിക്ക് അവരുടെ ആ ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി കൊടുക്കാം. അവിടെ എനിക്ക് കുറച്ച് വിശ്വാസത്തോടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ കൊടുക്കേണ്ടി വരും. പുറത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. പല പാർട്സും മാറ്റി വെച്ചു എന്ന് വരും. അവർക്ക് ഒറിജിനൽ പാർട്ട് ഉണ്ടായി എന്ന് വരില്ല, പക്ഷെ അവരുണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വെച്ചു എന്ന് വരും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പുറത്തുനിന്ന് മിക്കവാറും നമ്മൾ സർവീസ് ചെയ്താൽ അതിൻ്റെ പ്രോബ്ലം പലതും ഉണ്ടാവും. അപ്പോൾ റെഡ്മിക്ക് ആണെങ്കിൽ എനിക്കറിയില്ല. ഞാനപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലെനോവോ വാങ്ങിയത്. ലെനോവോക്ക് ആണെങ്കിൽ പല സ്ഥലത്തും ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക, നല്ല ബ്രാൻഡിൽ നോക്കി വാങ്ങുക. അഥവാ വല്ല പ്രോബ്ലം വന്നാൽ അതിൻ്റെ ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ മാത്രം കൊടുക്കുക സർവീസ് ചെയ്യാൻ. പുറത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 10.1-ൻ്റെയും 10.3-ൻ്റെയും പല ഇഞ്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10.6 ഞാൻ പറഞ്ഞു. പിന്നെ നല്ല ബാറ്ററി ലൈഫൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ടാബിൻ്റെ എൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് പറയാമല്ലോ. പിന്നെ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഹെഡ്ഫോൺ ജാക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. പല ടാബിനും ഉണ്ടാവില്ല. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ടാബിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അതിൽ ലൈറ്റ് വെയിറ്റിനാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ടാബിന് നോർമൽ വെയിറ്റ് പറയുന്നത് ഇത്ര ഉണ്ടാവും. നമുക്ക് ഫോൺ പിടിച്ച് നമുക്ക് തോന്നും എന്തോ പോലെ തോന്നും. അത്യാവശ്യം കുറച്ച് ചെറുതായിട്ടൊരു വെയിറ്റ് ഉണ്ടാവും. ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് പറയുന്നത് ലൈറ്റ് വെയിറ്റ് പറഞ്ഞ് ഇതാണ് അതിൻ്റെ ലൈറ്റ് വെയിറ്റ്. അപ്പോൾ ഞങ്ങളുടെ സാംസങ്ങിന് ഇതേ ഓൾമോസ്റ്റ് വെയിറ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ ഫീച്ചേഴ്സ് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ലെനോവോ തന്നെയാണ് നല്ലത്. ഇത്രയ്ക്ക് തന്നെ റേറ്റ് കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് സാംസങ്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും അത്ര പോരാ. പിന്നെന്താണ്, പല ഫീച്ചേഴ്സും എനിക്ക് ലെനോവോ തന്നെയാണ് അപ്പോൾ നല്ലതായി തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ടാബിൻ്റെ റിവ്യൂ ആയിട്ട്. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാപ്ടോപ്പാണോ ടാബാണോ നല്ലത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് പറയാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫോണുണ്ട്, TV ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലതും, നിങ്ങൾക്ക് പല ന്യൂ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും TV കാണുന്നത് ഫോണിൽ കാണാം. അതൊക്കെ സെയിം ആണ്. എന്താണ് ഫോൺ കുറച്ചുകൂടി പ്രിഫർ ചെയ്യും, കാരണം കുറച്ചുകൂടി ഒരു പല ഫീച്ചേഴ്സ് ഉണ്ട്. ഷോർട്സ് കാണാൻ, യൂട്യൂബ്, മെയിനായിട്ട് യൂട്യൂബ്, പിന്നെ സോഷ്യൽ മീഡിയ, അങ്ങനത്തെയൊക്കെയാണ് ഫോണും TV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ കൂടുതൽ നോക്കാൻ കാരണം. അതേപോലെ ലാപ്ടോപ്പും ടാബ് നോക്കുമ്പോൾ, ലാപ്ടോപ്പും ഫോണും നോക്കുകയാണെങ്കിലും ലാപ്ടോപ്പ് കുത്തി ഓണാക്കി ചാർജ് നമുക്ക് നോക്കി ഓണായി വരുമ്പോഴേക്കും അതിൻ്റെയൊക്കെ കാട്ടിലും സ്പീഡായിട്ട് നമുക്ക് ടാബും ഫോണും ചെയ്തോടെ. പിന്നെ ബെഡിലൊക്കെ കടന്ന് നമ്മൾ യൂട്യൂബൊക്കെ നോക്കണം. ഇപ്പോൾ ടാബ് വാങ്ങിയാൽ നമ്മൾ 24 മണിക്കൂറും പഠിത്തം അതിലെല്ലാം നോക്കും. നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ലാപ്ടോപ്പാണെങ്കിൽ നമ്മൾ ബെഡിൽ വെച്ച് ഇങ്ങനെ കടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ച് വെച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് ടാബും ഫോണൊക്കെയാണ് കുറച്ചും കൺവീനിയൻറ്റ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിലും ലാപ്ടോപ്പും ടാബും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ടാബാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ പിടിക്കാനായിട്ടും. എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഹാൻഡ് ചെയ്യണം ടാബ് കൂടെ കൊണ്ടുപോകാനും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സിലാണ് നമ്മൾ ടാബ് മുന്നോട്ട് കിടക്കുന്നത്. പിന്നെ പറയുന്നത്, നമ്മൾക്ക് ഈ സമയം ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അവർ ഇനി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ തന്നെ ലാപ്ടോപ്പ് വാങ്ങാൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ഇങ്ങനെ എൻ്റെ കസിൻ ബ്രദറൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഇപ്പോഴും ലാപ്ടോപ്പിൻ്റെ അത്ര യൂസൊന്നും ഇല്ല. അവർക്ക് കോളേജിൽ അവരുടെ ലാപ്ടോപ്പ് ഇങ്ങനത്തെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ട്, അവിടെയാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈ ഫൈനൽ ഇയറിലാണ് ശരിക്കും ലാപ്ടോപ്പ് വേണ്ടത്. ഫൈനൽ 2 ഇയേഴ്സിനൊക്കെയാണ് ലാപ്ടോപ്പ് വേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ തിരക്ക് കൂട്ടി വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോളേജ് യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ സമയം നമ്മളിപ്പോൾ ഉള്ള പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ആ സമയം നിങ്ങൾ ലേറ്റസ്റ്റ്
വേർഷൻ നോക്കി വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ടാബ് വാങ്ങുന്നതാണ് നല്ലത്. അത് റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് കംപ്ലയിൻ്റ് ഒക്കെ വരുമല്ലോ. എന്നിട്ട് അത് സർവീസ് ചെയ്യാനൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് റേറ്റ് കൊടുക്കണം, പൈസ കൊടുക്കണം. പിന്നെ ചിലപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞ പോലെ പുതിയ വേർഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണ്ടി ഒന്നൊന്ന് വരും, ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആ സമയം ലേറ്റസ്റ്റ് വേർഷൻ പോയി വാങ്ങുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ടാബ് വാങ്ങുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുക. അപ്പോൾ എനിക്ക് മറ്റൊരു ഫീൽഡൊന്നും അറിയില്ല, ഞാൻ ഇപ്പോൾ ജസ്റ്റ് IT ഫീൽഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ IT പഠിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. ദാറ്റ്സ് ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ നമ്മൾ കോളേജിലത്തെ ഫെസിലിറ്റീസിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫൈനൽ ഇയേഴ്സിന് നമുക്ക് ലാപ്ടോപ്പിനൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആ സമയം ലേറ്റസ്റ്റ് വേർഷൻ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനിടയിൽ അസൈൻമെൻറ്റ്സ് വന്നാൽ ഒന്നെങ്കിൽ നിങ്ങൾ കോളേജിൻ്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുക, അതിനനുസരിച്ച് അവർ ടൈം തരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ ടാബിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പല പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അത് ഓൺലൈൻ ഇങ്ങനെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് വേണം സെൻഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ടാബിൽ തന്നെയാണ് ചെയ്തത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ലാപ്ടോപ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടാബിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ IT ഇതിലുള്ള സ്റ്റുഡൻസ് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നുണ്ടാവും, എൻ്റെ ഏട്ടനൊക്കെ ഓൾറെഡി ഇപ്പോൾ തന്നെ ലാപ്ടോപ്പിന് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അവർ ചിലപ്പോൾ ഇനീഷ്യലി തുടക്കത്തിലേ അവർ ലാപ്ടോപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവർ സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, അവർ അത് തന്നെയാണല്ലോ യൂസ് ചെയ്യുക. പിന്നെ നമുക്കറിയാം കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് ഒന്നും വാങ്ങാൻ പറ്റില്ല. നമ്മൾ എല്ലാം ഇങ്ങനെ ഓൺലൈനായിട്ട് അതിൻ്റെ റിസോഴ്സസ് നോക്കിയിട്ടാണ് പഠിക്കുക. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അവരുടെ ഡിവൈസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കണം. അപ്പോൾ അതിനാണ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന്. പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ടാബ് തന്നെയാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്നാണ് പറയുക. അവരൊരു നല്ല ടാബ് നോക്കി വാങ്ങുക, അത്യാവശ്യം നല്ല പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നോക്കി, അത്യാവശ്യം റേറ്റ് ആണെങ്കിൽ പോലും നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിൽ കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, നല്ല റേറ്റ് ആയിരിക്കും, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഓൺലൈനിൽ ഇങ്ങനെ പല റിസോഴ്സസും കളക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യും. പല ആപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു, അവരവരുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇതിലിപ്പോൾ എഴുതാനൊക്കെ പറ്റില്ലോ. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് രീതിയിൽ നമ്മുടെ ടാബിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മെഡിക്കൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ടാബിലും പറയുകയാണെങ്കിൽ നമ്മുടെ ലെനോവോന് ഒരു പെൻസിലും വരുന്നുണ്ട്. ഇതിന് കൂടെ അല്ല, അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. പക്ഷെ അത്ര റേറ്റ് വരുന്നില്ല. അതിൻ്റെ കൂടെ ഡിസ്കൗണ്ടിന് വരുമെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഐപാഡൊക്കെ യൂസ് ചെയ്യുന്നവർ അവർക്ക് പെൻസിൽ ഉണ്ടല്ലോ, അതുപോലെ ലെനോവോനും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് നോക്കിക്കോളൂ. എനിക്കിപ്പോൾ അത്ര യൂസ് ഒന്നുമില്ല. ഞാൻ ലെനോവോൻ്റെ പെൻസിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ടാബിനെ കുറിച്ച് പറയാനുള്ളതും. നിങ്ങൾക്ക് എന്താണ് പറയുക, സജസ്റ്റ് ചെയ്യുക, ലാപ്ടോപ്പാണോ ടാബാണോ. ഇപ്പോൾ ഞാൻ ടാബ് വാങ്ങിയാണ് ഞാൻ നിങ്ങൾക്ക് ടാബ് സജസ്റ്റ് ചെയ്യണമെന്നല്ല. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് ഓരോരുത്തരുടെ ചോദിച്ചിട്ടൊക്കെയാണ് ശരിക്കും ഞാൻ ടാബ് അങ്ങനെ എത്ര പറഞ്ഞാൽ കുറേ ടൈം ഞാനിങ്ങനെ ആലോചിച്ച് ഞാനും അച്ഛനും കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടും ഇങ്ങനെയൊക്കെ കുറേ നേരം ആലോചിച്ച് തീരുമാനം എടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും നല്ല ടൈം എടുത്ത് ആലോചിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാനിപ്പോൾ ടാബ് വാങ്ങണമെന്നല്ല പറഞ്ഞാൽ ഞാൻ എൻ്റെ രീതിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതാണോ വാങ്ങാൻ താല്പര്യം അത് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഇനിയൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ കണ്ടൻസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ടാബിന് കാര്യം പറഞ്ഞാൽ ഞാൻ ടാബ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടൻസാണ് നിങ്ങൾ ഐഡിയ ഒക്കെ തരിക, കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എന്താണ് വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന വീഡിയോൻ്റെ കമൻസിൽ നിങ്ങൾ ഇടുക. അപ്പോൾ ഞാൻ വേഗം കാണും, അപ്പോൾ എനിക്ക് വേഗം റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.